ഹായ് ഗൈസ്, വെൽക്കം ടു ദേവ്സ് വേൾഡ്. അപ്പം നമ്മൾ വെൽക്കം ടു ദേവ്സ് വേൾഡ്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്നെടുത്ത തീരുമാനത്തിൽ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഉള്ളേരി എന്ന സ്ഥലമുണ്ട്, അവിടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. ഫൈനലി ഞങ്ങളിപ്പം അടിവാരം എത്തിയിരിക്കുകയാണ്. നമ്മളെങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് നോക്കാം. അച്ചുട്ടിയുണ്ട്, കാറ്റടിക്കാണ്, കാറ്റടിച്ച് മൈക്ക് വാങ്ങിച്ചില്ല. മൈക്കുണ്ട്, റൂമിലുണ്ട്. ട്രൈപോഡ് എല്ലാം റൂമിലുണ്ട്. സോ ഗൈസ്, അപ്പോൾ സച്ചുട്ടി പറഞ്ഞ പോലെ നമ്മളിപ്പം വയനാട് വ്യൂ പോയിന്റിലാണുള്ളത്. ഇവിടെ പരസ്യങ്ങളും അതുപോലെ തന്നെ പോസ്റ്ററുകളും ഷിഷാറാമാണെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വയനാട് വ്യൂ പോയിന്റ്. സോ ഗൈസ്, ഞങ്ങൾ ഇപ്പോഴും എവിടേക്കാണ് പോകുന്നത് എന്നതിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. ഗോ വിത്ത് ഫ്ലോ എന്നുള്ള മൈൻഡിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, ഞങ്ങൾ മുത്തങ്ങ ഫോറസ്റ്റിൻ്റെ അടുത്ത് എത്താറായപ്പം കണ്ടൊരു കാഴ്ചയാണ് ഇത്. ഒരു കുഞ്ഞിക്കൂടും അതുപോലെ വയലൊക്കെ ആയിട്ട് നല്ലൊരു പ്രദേശം. അങ്ങനെ ഫൈനലി ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. ദിസ് ഇസ് ഗുണ്ടൽപേട്ട്. അങ്ങനെ ഞങ്ങൾ ഗുണ്ടൽപേട്ട് ടച്ച് ചെയ്ത് മുന്നോട്ട് പോകണം എന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. അതിനിടയിലാണ് ഞങ്ങളിത് കണ്ടത്. ലൈക്ക് 49,999 എത്തിയിരിക്കുകയാണ് ഗൈസ്. ഞങ്ങളുടെ 2 കിലോമീറ്റർ 50,000 ഇപ്പം ആവും. 1 2 3 യെസ് 50,000. അങ്ങനെ പിന്നെയും ഞങ്ങളുടെ യാത്ര ഞങ്ങൾ തുടർന്നു. ഫൈനലി അങ്ങനെ ഞങ്ങൾ എത്തി ഗൈസ്. ദിസ് ഇസ് ഗോപാൽ സ്വാമി ഹിൽസ്. ഇപ്പം ഗോപാൽ സ്വാമി ഹിൽസിൻ്റെ താഴെ നമ്മൾ ബസ് കാത്ത് നിൽക്കുകയാണ് അങ്ങോട്ടേക്ക് പോവാൻ. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് ഈ ഒരു KSRTC ബസ്സിലാണ് നമ്മളെല്ലാവരും കൂടെ കയറിപ്പോകേണ്ടത്. ഒന്നും പറയാനില്ല, നല്ല ചൂടും നല്ല വെയിലായിരുന്നു, തണൽ പോലും ഇല്ലാത്തൊരു സ്ഥലം. പെട്ടെന്നുള്ള തീരുമാനമായതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഒരു ലിപ്സ്റ്റിക്ക് പോലും എൻ്റെ ചുണ്ടിലില്ല. കാരണം ഞങ്ങൾ പെട്ടെന്ന് വന്നതായതുകൊണ്ട് തന്നെ. ഉള്ളത് ഗോപാൽ സ്വാമി ഹിൽസിൽ. ഹലോ ഗൈസ്, യെസ്, ഞങ്ങളിപ്പോൾ ഉള്ളത് ഗോപാൽ സ്വാമി ഹിൽസ് ആണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് വെറുതെ വന്നാണ് ഗൈസ്, പക്ഷേ ഒരു പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല ഗൈസ്. അപ്പം എന്താണെന്ന് വെച്ചാൽ ഗോപാൽ സ്വാമി ഹിൽസിലോട്ട് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബസ്സിന് പോകണം. സോ ഫസ്റ്റ് വി ഹാവ് ടു ടേക്ക് ടിക്കറ്റ് ഫ്രോം security guards. It's around 70 rupees per person. And we are waiting for. Then we have to wait for the KSRTC Karnataka bus. നന്ദി ഗുരുജി. അപ്പം ഗൈസ്, നിങ്ങളിപ്പം കാണുന്നത് നമ്മൾ ബസ്സിൽ പോകുമ്പം കാണുന്ന കാഴ്ചകളാണ്. കുറേ മരങ്ങളും കുന്നുകളും ചെടികളും പുൽത്തടികളുമായിട്ട് കുറേ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ബസ്സിൽ നല്ല തിരക്കാണ്, ഞങ്ങൾക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ക്യാമറ താഴെയൊക്കെ വെച്ചിട്ടാണ് കഷ്ടപ്പെട്ട് 2-3 ക്ലിപ്സ് എടുത്തത്. കാരണം ബസ്സിലുള്ള പല ആൾക്കാരും നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതെവിടുന്ന് കെട്ടും കയറി വരിക എന്നുള്ള രീതിയിൽ അവർ നോക്കുന്നതുകൊണ്ട് നമ്മൾ ക്യാമറ താഴെ വെച്ചാണ് ഷൂട്ട് ചെയ്തത്. അങ്ങനെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മുകളിലെത്തി. ഒന്നും പറയാനില്ല, നല്ല അടിപൊളി തണുത്ത കാറ്റ്. താഴെ നല്ല ചൂടായിരുന്നു, പക്ഷെ മുകളിലെത്തിയപ്പോൾ നല്ല തണുപ്പ്. ഇങ്ങനെ കാറ്റ് നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റും. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പടപടപടാന്നടിക്കുന്ന നല്ല കാറ്റ്. അതുപോലെ കുറേ പേര് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. നല്ല പരിസരമൊക്കെ ആയിരുന്നു. നമുക്ക് നൈസായിട്ട് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം. അവിടേക്ക് കയറുമ്പം തന്നെ നമുക്ക് നല്ലൊരു മനസ്സിന് പീസ് മൈൻഡൊക്കെ കിട്ടും. അങ്ങനെ ഗൈസ്, ഒരു 1-2 മണിക്കൂറൊക്കെ ഞങ്ങൾ ഗോപാൽ സ്വാമി ഹിൽസിൽ സ്പെൻഡ് ചെയ്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ താഴെ വന്ന് ചായയൊക്കെ കുടിച്ച് ഞങ്ങളുടെ യാത്ര ഞങ്ങൾ പതുക്കെ തിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ മൈൻഡിൽ രാവിലെ മൈസൂർ എത്തണം എന്നൊക്കെ ആയിരുന്നു, പക്ഷേ ചില സാങ്കേതിക കാരണത്താൽ നമ്മൾ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ്.
സോ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോസിനൊക്കെ ലെങ്ത്ത് കുറവാണ്, നിങ്ങളെ ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ വീഡിയോസൊക്കെ ഞാൻ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് ഇടുന്നത്. ഗൈസ്, ഈ ഒരു ട്രിപ്പ് ഞങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. അതിൻ്റെ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്, വീട്ടിൽ നിന്ന് ജസ്റ്റ് പെട്രോൾ അടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഇറങ്ങിയ ഞങ്ങൾ അടിവാരം എത്തി, വയനാട് എത്തി, വയനാട് നിന്ന് ഗുണ്ടൽപേട്ട് എത്തി, അവിടെ നിന്ന് ഗോപാൽസ്വാമി ഹിൽസ് എത്തി. വീട്ടുകാർ തന്നെ ഞെട്ടിയിരിക്കുകയാണ് ഞങ്ങൾ ഈ ഒരു ട്രിപ്പിൻ്റെ പ്ലാനിങ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. സോ ഈ ഒരു തിരക്കിട്ട ജീവിതത്തിനിടയിൽ ഞങ്ങൾ ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്തൊരു ട്രിപ്പായിരുന്നു. പോകുന്നിടം വരെ പോട്ടെ എന്നുള്ള മൈൻഡിൽ പോയ ട്രിപ്പായിരുന്നു. So hope you guys enjoyed this video. Like, share and comment. Bye bye.